A warm good morning to all. So, today we start our subject tax assessment. Clubbing of income. There is a tendency on the taxpayers that either not to disclose or to disclose the income at a figure lower than actual. ടാക്സ് പേയേഴ്സിൻ്റെ ഇടയിൽ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അതായത് അവർക്ക് എത്രയാണോ ഇൻകം കിട്ടിയിട്ടുള്ളത് അത് ഒന്നില്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുകയോ ഇല്ലെങ്കിൽ ആക്ച്വലായിട്ട് കിട്ടിയിട്ടുള്ള ഇൻകത്തേക്കാൾ കുറവ് എമൗണ്ടിൽ മാത്രം കാണിക്കുക. അങ്ങനെയെങ്കിൽ അവർക്ക് കുറച്ച് മാത്രം ടാക്സ് അടച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒരുപാട് അസസീസിൻ്റെ മൈൻഡിൽ ഇങ്ങനത്തെ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. എന്താണത്? ടാക്സ് കുറച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻകം കുറച്ച് കാണിക്കുക. Sometimes assessees attempt to shift his income to other so that he may keep his tax liability to the minimum. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? അവരുടെ ആക്ച്വൽ ഇൻകം വേറെ ആർക്കെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. സോ ദാറ്റ് ഈ ഒരു അസസിയുടെ ടാക്സ് ലയബിലിറ്റി കുറയാൻ വേണ്ടിയിട്ട്. ഫോർ ദിസ് പർപ്പസ് ഹി അറേഞ്ചസ് ടു ലീഗലി ഷിഫ്റ്റ് ആൻ ഇൻകം which in fact belong to him to some other person. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഇൻകം വേറെ ഒരാൾക്ക് ലീഗലി ഷിഫ്റ്റ് ചെയ്യാണ് in order to reduce the income. So to counteract such practices, special provisions relating to clubbing of income have been made in section 60 to 65. അപ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റി, ടാക്സ് പേയേഴ്സിൻ്റെ ഇടയിലുള്ള ഈ ഒരു മെൻറ്റാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സിൽ ഒരു സ്പെഷ്യൽ സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലബിംഗ് ഓഫ് ഇൻകമാണ്. സെക്ഷൻ 60 to 65 ആണ് ഈ ഒരു സെക്ഷനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യുന്നത്. ആസ് പെർ ദീസ് സെക്ഷൻസ് ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഷാൽ ബി ഇൻക്ലൂഡ് ഇൻ ദി അസസീസ് ടോട്ടൽ ഇൻകം. ഈ ഒരു സെക്ഷനിൽ എന്താണ് പറയുന്നത്? ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി അസസീസ് ടോട്ടൽ ഇൻകം. അതായത് ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് ആക്ച്വലി അസസിയുടെ ഇൻകമാണ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? ലീഗലി വേറൊരാൾക്ക് ഷിഫ്റ്റ് ചെയ്തു ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി ടാക്സ് ലയബിലിറ്റി. സോ ദ ഇൻകം വിച്ച് ഇസ് ട്രാൻസ്ഫേർഡ് ടു അതർ പേഴ്സൺ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി അസസീസ് ടോട്ടൽ ഇൻകം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻകം ആക്ച്വലി ആരുടെയാണ്? അസസിയുടെയാണ്. അതുകൊണ്ട് തന്നെ അസസിയുടെ ടോട്ടൽ ഇൻകത്തിൽ വേണം ആ ഇൻകത്തെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സച്ച് ഇൻക്ലൂഷൻ ഓഫ് അതേഴ്സ് ഇൻകം ഇൻ ദി ഇൻകം ഓഫ് ദി അസസി ഈസ് കോൾഡ് ക്ലബിംഗ് ഓഫ് ഇൻകം. അപ്പോൾ എന്താണ്? മറ്റുള്ളവരുടെ ഇൻകം, മറ്റുള്ളവരുടെ പേരിൽ കിടക്കുന്ന ഇൻകം അസസിയുടെ പേരിലേക്ക് മാറ്റുന്നതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ആക്ച്വലി മറ്റുള്ളവരുടെ ഇൻകം ആരുടെ ഇൻകം തന്നെയാണ്? അസസിയുടെ ഇൻകം തന്നെയാണ്. സോ ഇൻക്ലൂഷൻ ഓഫ് അതേഴ്സ് ഇൻകം ഇൻ ദി ഇൻകം ഓഫ് ദി അസസി ഈസ് കോൾഡ് ക്ലബിംഗ് ഓഫ് ഇൻകം ആൻഡ് ദി ഇൻകം വിച്ച് ഈസ് സോ ഇൻക്ലൂഡഡ് ഈസ് കോൾഡ് ഡീംഡ് ഇൻകം. അപ്പോൾ എത്രത്തോളം ഇൻകമാണോ ഈ ഒരു അസസിയുടെ ഇൻകത്തേക്ക് ക്ലബ് ചെയ്തിട്ടുള്ളത് ആ ഇൻകത്തിനെ പറയുന്ന പേരാണ് ഡീംഡ് ഇൻകം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഇൻക്ലൂഡഡ് ഇൻ ദി അസസീസ് ടോട്ടൽ ഇൻകം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അതർ പേഴ്സൺസിൻ്റെ ഇൻകം അസസിയുടെ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്. ഇൻകം ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഇഫ് എ പേഴ്സൺ ട്രാൻസ്ഫേഴ്സ് ടു അനദർ പേഴ്സൺ ഹിസ് ഇൻകം ഫ്രം എൻ അസറ്റ് without transferring the ownership of the asset, the income from such asset shall be deemed to be the income of the transferor and shall be included his total income. അതായത് ഒരു അസറ്റ്, ഒരു മെഷീനാണ് എന്ന് കരുതുക. ആ മെഷീനിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്തു. ഇങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം വേറൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ബി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലേക്കാണ് ആ ഇൻകം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ബി അല്ല ആ ഒരു അസറ്റിൻ്റെ റിയൽ ഓണർ. എന്നിട്ട് കൂടി ബിയിലേക്ക് ആ ഒരു ഇൻകം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആ ഇൻകം ആക്ച്വൽ അസസിയുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യണം. The income from such asset shall be deemed to be the income of transferor.
ആരാണോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, ട്രാൻസ്ഫറർ എന്ന് പറയുന്നത് ഇവിടെ അസസിയാണ്. അസസിയുടെ ഇൻകമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്, അല്ലാതെ ട്രാൻസ്ഫറിയുടെ അല്ല. ട്രാൻസ്ഫറി എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ബി, അതർ പേഴ്സൺ. ആളുടെ പേരിലേക്കാണ് ഇപ്പോൾ ഇൻകം മാറ്റിയിട്ടുള്ളത് അല്ലേ. അതായത് ഇപ്പോൾ ഒരു അസറ്റിൽ നിന്ന് 1,00,000 രൂപയാണ് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ അസസി നോക്കിയപ്പോൾ ഈ ഒരു 1,00,000 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഇൻകം എന്ന് പറയുന്നത് 3,50,000 ആവും. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം 2,50,000 താഴെയാണ് ലയബിലിറ്റി നില്ലായിട്ട് വരുന്നത് അല്ലേ. 3,50,000 ആയി കഴിഞ്ഞാൽ അയാൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ടാക്സ് അടയ്ക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ 1,00,000 വേറൊരു വ്യക്തിയുടെ പേരിലേക്ക് മാറ്റി. പക്ഷേ അസറ്റ് മാറ്റിയിട്ടില്ല, അസറ്റിൻ്റെ ഓണർഷിപ്പ് മാറ്റിയിട്ടില്ല, ഇൻകം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇങ്ങനെ മാറ്റുന്ന ഇൻകം ആക്ച്വലി ആരുടെ തന്നെയാണ്? അസസിയുടെ തന്നെയാണ്. സോ ഇറ്റ് മസ്റ്റ് ബി കോൾഡ് ആസ് ഡീംഡ് ഇൻകം. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്. Revocable transfer means transfer with the power to take back the asset. Income arising to any person as a result of revocable transfer of assets shall be treated as the income of the transferor. ഓക്കെ, അപ്പോൾ റിവോക്കബിൾ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് എ എന്ന് പറയുന്ന അസസി തന്നെയാണ് ട്രാൻസ്ഫറർ ഇല്ലേ. ഇദ്ദേഹമാണ് അവിടെ ഇൻകം ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അസസി ബിക്ക് എന്ത് ചെയ്തു? ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ഒരു മെഷീനാണ് എന്ന് കരുതുക, ആ മെഷീൻ ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്? കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഒരു മെഷീൻ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഈ ഒരു അസറ്റ് തിരിച്ചു തരണം എന്നുള്ളൊരു എഗ്രിമെൻറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളതിനെയാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 31st ഏപ്രിൽ ആയ സമയത്തായിരുന്നു അവർ ഇൻകം ടാക്സിന് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് എന്ന് കരുതുക. ആ സമയമായപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഈ ഒരു മെഷീൻ ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് എയുടെ ഇൻകം അത്രത്തോളം കുറച്ച് കാണിച്ചു. പക്ഷേ ആക്ച്വലി ആ ഒരു ഇൻകം ആരുടെ തന്നെയാണ്? എയുടെ തന്നെയാണ്. എന്നിട്ട് എ ബിയുടെ അടുത്ത് പറയുകയാണ്, കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഒരു ഇൻകം ടാക്സിൻ്റെ പൊല്ലാപ്പുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ മെഷീനറി തിരിച്ചു തരണം എന്ന് പറയുകയാണ് എ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റിവോക്കബിൾ ട്രാൻസ്ഫേഴ്സിനെ എല്ലാം നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഡീംഡ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്, അസസിയുടെ ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി ക്ലബ് ടു ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി. ഇനി അവിടെ കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. അതായത് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ട്രസ്റ്റിൻ്റെ ബേസിസിലാണ്. അതായത് കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിനെ റിവോക്കബിൾ നടത്തില്ല എന്നുള്ള ഒരു ട്രസ്റ്റിൻ്റെ ബേസിസിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിവോക്കബിൾ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ടു ദി ട്രാൻസ്ഫറി ഇറ്റ് ഈസ് നോട്ട് റിവോക്കബിൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി ട്രാൻസ്ഫറി. അതായത് ട്രാൻസ്ഫറി മരിക്കുന്നത് വരെ ആ അസറ്റ് റിവോക്കബിൾ നടത്തില്ല, അല്ലെങ്കിൽ റീബാക്ക് ചെയ്യില്ല, റീപർച്ചേസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ റിവോക്കബിൾ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ബിഫോർ 1st April 1961 ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിവോക്കബിൾ ഫോർ എ പീരീഡ് ഓഫ് എക്സീഡിങ് 60 years. അതായത് 1st April 1961 മുൻപാണ് ഈ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമുക്കതിന് റിവോക്കബിൾ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഇൻകം ഓഫ് സ്പൗസ്. വാട്ട് യു മീൻ ബൈ സ്പൗസ്? സ്പൗസ് മീൻസ് ഹസ്ബൻഡ് ഓർ വൈഫ് ഇല്ലേ. ഇപ്പോൾ ഹസ്ബൻഡാണ് അസസി എന്നുണ്ടെങ്കിൽ ഈ അസസിയുടെ സ്പൗസ് എന്ന് പറയുന്നത് വൈഫായിരിക്കും. വൈഫാണ് അസസി എന്നുണ്ടെങ്കിൽ അസസിയുടെ സ്പൗസ് എന്ന് പറയുന്നത് ഹസ്ബൻഡായിരിക്കും. ഓക്കെ, ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ ഒരു സ്പൗസിൻ്റെ ഇൻകം അസസിയുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ഡീംഡ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഇൻകം ഓഫ് ദി സ്പൗസ് ബൈ വേ ഓഫ് സാലറി, കമ്മീഷൻ, ഫീസ് ഓർ എനി അതർ ഫോംസ് ഓഫ് റെമ്യൂണറേഷൻ ഫ്രം എ കൺസേൺ ഇൻ വിച്ച് സച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. സ്പൗസിൻ്റെ സാലറിയിലോ
കമ്മീഷനിലോ ഫീസിലോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കിട്ടുന്ന റെമ്യൂണറേഷനിലോ ഈ അസസിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അസസിയുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇഫ് എൻ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ടു ഹിസ് ഓർ ഹെർ spouse without adequate consideration, the income from such asset will be included in the income of transferor. അതായത് അസസി എന്തെങ്കിലും അസറ്റ് ഹൗസ് പ്രോപ്പർട്ടി ഒഴികെ എക്സ്ക്ലൂഡിങ് ഹൗസ് പ്രോപ്പർട്ടി വേറെ എന്ത് അസറ്റും അദ്ദേഹത്തിൻ്റെ സ്പൗസിനെ ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് എനി അഡ്വക്കേറ്റ് കൺസിഡറേഷൻ, ആവശ്യമായിട്ടുള്ള പണം ഇല്ലാതെയാണ് ആ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു അസറ്റിനെ അല്ലെങ്കിൽ ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെ അസസിയുടെ ഇൻകമായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഇത്രയാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ. അതിന് മുൻപ് ഒരു കാര്യം കൂടി, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് വേണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ 20%, അറ്റ്ലീസ്റ്റ് 20% വോട്ടിംഗ് പവർ ഇരിക്കുന്നത് ഈ ഒരു അസസിയുടെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇനി ഇൻകമാണ് എന്ന് കരുതുക. ഇൻകത്തിൻ്റെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു സാലറി, കമ്മീഷൻ, ഫീസ്, അതിൻ്റെയൊക്കെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, അസസിയുടെ സ്പൗസിനെടുക്കുക. സ്പൗസിൻ്റെ സാലറിയും കമ്മീഷനും ഫീസും അതർ റെമ്യൂണറേഷൻ്റെ ഒക്കെ ടോട്ടൽ കാണുക. ആ ടോട്ടലിൻ്റെ 20% ഷെയറും ഉപയോഗിക്കുന്നത് ഈ ഒരു അസസിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ പറയാം സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ടർ ഇൻ ലോ എന്ന് പറയുമ്പോൾ സൺസ് വൈഫ്. ഇപ്പോൾ ഏതെങ്കിലും അസസി അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ് 31 മെയ് 1973 ശേഷമാണ് ഈ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്തൗട്ട് അഡ്വക്കേറ്റ് കൺസിഡറേഷൻ ടു ഹിസ് ഡോട്ടർ ഇൻ ലോ, ദെൻ ദ ഇൻകം അറൈസിങ് ഫ്രം ദാറ്റ് അസറ്റ്സ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. അതായത് ഈ ഒരു ട്രാൻസ്ഫറർ, അതായത് ഈ ഒരു അസസി 31 മെയ് 1973 ശേഷം അവരുടെ ഒരു അസറ്റ് അദ്ദേഹത്തിൻ്റെ സണ്ണിൻ്റെ വൈഫിന് ട്രാൻസ്ഫർ ചെയ്യാണ് വിത്തൗട്ട് അഡ്വക്കേറ്റ് കൺസിഡറേഷൻ. എന്നിട്ട് ആ ഒരു അസറ്റിൽ നിന്ന് എന്തെങ്കിലും എറൈസ് ചെയ്യണം, അസറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻകം എറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻകം നമ്മളുടെ അസസിയുടെ ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ടു അതർ പേഴ്സൺസ് ഓർ AOP ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്പൗസ്. അതായത് സ്പൗസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു അസസി എന്തെങ്കിലും അസറ്റ് ഏതെങ്കിലും പേഴ്സൺസിനോ ഇല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനോ ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ട് എന്ന് കരുതുക. എത്രത്തോളാണോ സ്പൗസിൻ്റെ ബെനിഫിറ്റ് വരുന്നത് അത്രത്തോളം സ്പൗസിന് കൊടുക്കുകയും ബാക്കി വരുന്ന എമൗണ്ട് മാത്രം ട്രാൻസ്ഫററുടെ ഇൻകത്തിലേക്ക് അല്ലെങ്കിൽ അസസിയുടെ ഇൻകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹസ്ബൻഡാണ് അസസി. അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഒരു അസറ്റ് വേറൊരു പേഴ്സണെ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 10,000 ആണ്. ഇതിൽ 5,000 റിസർവ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്പൗസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് 5,000 മാറ്റി വെച്ചിട്ടുള്ളത്. ബാക്കി 5,000 എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ ആണ് അല്ലെങ്കിൽ ഇൻകം ഓഫ് ദി അസസി ആണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഇൻകം ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഡീംഡ് ഇൻകം ആൻഡ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ടോട്ടൽ ഇൻകം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഫ്രം അസറ്റ്സ് ട്രാൻസ്ഫർഡ് ടു എ പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ഹിസ് സൺസ് വൈഫ്. അതുപോലെ തന്നെ സണ്ണിൻ്റെ വൈഫിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എത്രയാണോ സൺസ് വൈഫിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അത്രത്തോളം അവിടേക്കും ബാക്കി വരുന്ന എമൗണ്ട് അസസിയുടെ ഇൻകത്തിലേക്കുമാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൺസ് വൈഫ് വരുന്ന സമയത്ത് നമ്മളവിടെ ശ്രദ്ധിക്കണം
1973ക്ക് ശേഷമാണോ? 31 മെയ് 1973ക്ക് ശേഷം നടന്നിട്ടുള്ള എല്ലാ കൺസിഡറേഷനും മാത്രമാണ് അവിടെ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്പൗസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളുടെ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രത്തോളമാണ് അവർക്ക് മാറ്റി വെച്ചിട്ടുള്ളത്, ആ ബെനിഫിറ്റ് അവരിലേക്കും എക്സ്ട്രാ എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ എമൗണ്ട് അസസിയുടെ ടോട്ടൽ ഇൻകത്തിലേക്കും ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് ഇൻകം ഫ്രം ബിസിനസ്. If the individual transfers any asset directly or indirectly to the spouse or son's wife and such assets are invested by the transferee. ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഇവിടെ അസസിയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫററാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു അസറ്റ് സ്പൗസിനോ അല്ലെങ്കിൽ സണ്ണിൻ്റെ വൈഫിന് വേണ്ടിയിട്ടോ ട്രാൻസ്ഫർ ചെയ്തു എന്ന് കരുതുക. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? സൺസിൻ്റെ വൈഫോ അല്ലെങ്കിൽ സ്പൗസോ എന്ത് ചെയ്തു? ആ അസറ്റിനെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് കരുതുക. ചിലപ്പോൾ അത് പാർട്ട്ണർഷിപ്പിലായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഫേമിലായിരിക്കാം. ആ ഒരു അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൽ നിന്നും എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകം ട്രാൻസ്ഫററുടെ അല്ലെങ്കിൽ അസസിയുടെ ഇൻകമായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കിയിട്ട് വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് തിയറി മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ഒരു അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകം ഒരു പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ ട്രാൻസ്ഫറർക്ക് അല്ലെങ്കിൽ അസസിയുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. മൈനർ ചൈൽഡ് എന്ന് കരുതിയാൽ എന്താണ്? 18 ഇയേഴ്സിന് ബിലോ വരുന്ന കുട്ടികളെയാണ് നമ്മൾ മൈനർ ചൈൽഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മൈനർ ചൈൽഡ് മാത്രമാണ്. ഒരു ഫിസിക്കലിയോ മെൻ്റലിയോ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു മൈനർ ചൈൽഡ് അല്ല. ഒരു സാധാ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ അസറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകം പാരൻസിൻ്റെ ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 2 കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ കരുതുക, ഒരു മൈനർ ചൈൽഡിൻ്റെ പാരൻസ് ലീഗലി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസ് ആണ് എന്നുണ്ടെങ്കിൽ മദറിൻ്റെയോ ഫാദറിൻ്റെയോ ആരുടെയാണോ ടോട്ടൽ ഇൻകം കൂടുതലായിട്ട് നിൽക്കുന്നത് ആ ഒരു ഗ്രേറ്റർ ടോട്ടൽ ഇൻകം ഉള്ള പാരൻറ്റിൻ്റെ ഇൻകത്തിലേക്ക് വേണം ഈ ഒരു ചൈൽഡിൻ്റെ ഇൻകം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, where the marriage of his parents subsists in the income of that parent whose total income is greater. ആരുടെ ടോട്ടൽ ഇൻകം ആണോ കൂടുതലായിട്ട് നിൽക്കുന്നത് അവരുടെ ഇൻകത്തിലേക്ക് വേണം ഈ ഒരു കുട്ടിയുടെ ഇൻകം കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു മാരേജ് സബ്സ്റ്റിറ്റ് ചെയ്യുന്നില്ല, അതായത് ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആരാണോ ആ കുട്ടിയെ നോക്കുന്നത്, പ്രീവിയസ് ഇയറിലെ ആ കുട്ടീനെ നോക്കിയിട്ടുള്ളത് ആരാണോ ആ ഒരു പേഴ്സൻ്റെ, അത് അച്ഛനോ അമ്മയോ, അവരുടെ ഇൻകത്തിലേക്കാണ് ആ ഇൻകത്തെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഒരു മൈനർ ചൈൽഡിൻ്റെ ഇൻകം ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി മൈനർ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ചൈൽഡ് ആകാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു അഡോപ്റ്റഡ് ചൈൽഡും ആകാവുന്നതാണ്. ഇങ്ങനെ മൈനർ ചൈൽഡിൻ്റെ ഇൻകം പാരൻറ്റിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ് ടു 1500 വരെ എക്സംഷനായിട്ട് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 1500 നമുക്ക് എന്തായിട്ട് കിട്ടുകയാണ്? എക്സംഷനായിട്ട് കിട്ടാൻ പറ്റും അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം. നെക്സ്റ്റ് പറയുന്നതാണ് ക്രോസ് ട്രാൻസ്ഫേഴ്സ്.